നമുക്ക് പ്രാർത്ഥിക്കാം. അതിരും തീരുവുമില്ലാത്ത ദൈവമേ, അവിടുന്ന് ഒരു മനുഷ്യനായി മണ്ണിൽ പിറന്നല്ലോ. അത്ഭുതകരമായ വാർത്ത, ഞങ്ങളെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന വലിയ കണ്ണി. ഈ മനുഷ്യ ജന്മത്തിന് വേണ്ടി സ്തോത്രം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം, തിരുസഭയ്ക്ക് വേണ്ടി സ്തോത്രം, ഈ മനോഹരമായ ഭൂമിക്ക് വേണ്ടി സ്തോത്രം, ഈ രാജ്യത്തിന് വേണ്ടി സ്തോത്രം. എന്നും എപ്പോഴും എല്ലാവരും നന്ദി പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുവചനത്തിൻ്റെ സാരം സത്യമാകുന്നു എന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംഭാഷിക്കണമേ. തിരുവൻപാകെ ഞങ്ങൾ അർപ്പിച്ച ഈ കാഴ്ചകൾ തിരുവൻപാകെ വഹിക്കുന്നു. അത് ഈ സഭയ്ക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം, മാതാപിതാക്കൾക്ക് വേണ്ടി സ്തോത്രം, സൺഡേ സ്കൂളിന് വേണ്ടി സ്തോത്രം. കൃപ ഞങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ തിരുമേനിക്ക് വേണ്ടി സ്തോത്രം. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവമേ, തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ അയക്കണമെന്ന് കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. നിങ്ങൾ ആമേൻ പറയാൻ പിശുക്കനാണല്ലോ, ഉറക്കെ പറഞ്ഞ് ആമേൻ. ഇന്ന് നിങ്ങളോട് ചേർന്ന്, വന്യ തിരുമേനിയോട് ചേർന്ന്, വന്യ വൈദികരെ നിങ്ങളോട് ചേർന്ന് ഈ വചന കൂടാരത്തിൽ എനിക്കും പങ്കും ഓഹരിയും തന്ന ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട തിരുമേനിയോടുള്ള എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. കുട്ടികളുടെ ഈ യോഗം അവരുടെ മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകരും വൈദികരോടും ചേർന്നുള്ള ഈ കൂട്ടായ്മ എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഈ സഭ. നിങ്ങളില്ലാതെ ഈ സഭയില്ല. നിങ്ങളെ കൂടാതെ ഒരു യാത്ര ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ പ്രത്യാശയാണ്. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറഞ്ഞ് അമേരിക്കൻ നീഗ്രോ സമൂഹത്തിൻ്റെ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പ്രസംഗമുണ്ട്, ഐ ഹാവ് എ ഡ്രീം. അത് അന്നും ഇന്നും ആളുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും ആഴത്തിലുള്ള സമൂഹത്തെക്കുറിച്ചുള്ള വ്യഗ്രതയും മനസ്സിലാക്കി തരുന്നതാണ്. ഐ ഹാവ് എ ഡ്രീം. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ട്. ഈ സഭയ്ക്ക് നിങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സ്വപ്നമുണ്ട്. ഞങ്ങൾ വളരും, നന്നായി വളരും. രാജ്യത്തിനും ദേശത്തിനും സഭയ്ക്കും ദൈവത്തിനും കൊള്ളാവുന്ന മക്കളായി വളരും. അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള കൂട്ടായ്മ. വിരിച്ചൊരുക്കിയ ഒരു പന്തൽ മനോഹരമാണ് കാണാൻ. അനുഗ്രഹീതരായ സന്തതികൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് നല്ലതാണ്. എന്നാൽ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? ഈ സമൂഹത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? സഭയുടെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങളുടെ കാര്യം എന്തായിരിക്കും? ഞങ്ങൾക്ക് ആകുല ചിന്തയുണ്ട്. ദൈവത്തിൻ്റെ ഈ സഭ എങ്ങനെ മുമ്പോട്ട് പോകണം? പലയിടങ്ങളിലായിട്ട് ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കപ്പെടുന്നൊരു കാലമാണ്. പള്ളിയിൽ പോകാൻ ആളുകൾ മടിക്കുന്നൊരു കാലമാണ്. പള്ളിയിൽ പോയാൽ കൊല്ലപ്പെടുന്നൊരു കാലമാണ്. ഭാരതത്തിൻ്റെ പ്രശ്നമല്ല, ലോകമെമ്പാടുള്ള ക്രൈസ്തവ സമൂഹത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപജയവും ഭീകരവാദത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ വിശ്വാസത്തിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. ഉറപ്പായ വിശ്വാസം, നല്ല അടിസ്ഥാനം, ഈ കർത്താവുള്ള വളരെ അധികമായ താല്പര്യം ചെറുപ്പം മുതലേ അതിൽ അങ്കുരിച്ചു കഴിഞ്ഞാൽ പോകും. തിരുമേനി പറഞ്ഞതുപോലെ ക്യാച്ച് ദം യങ്. ചെറുപ്പത്തിലെ നിങ്ങളെ അതിനകത്ത് ഉത്ബുദ്ധരാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിശ്വാസം കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. അതിനായി സൺഡേ സ്കൂൾ ക്രമീകരിപ്പെടുത്തിക്കുന്ന ഈ വലിയ ശുശ്രൂഷ ഏറെ ധന്യമായൊരു കൂട്ടായ്മയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ ക്രമപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു. കുടുംബം സ്വർഗത്തിൻ്റെ ഒരു പതിപ്പാണെന്ന് പറയും. സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ സ്വർഗം എങ്ങനെ ഇരിക്കുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കാൻ ദൈവം ഒരുക്കിയ ഒന്നാണ് ഈ കുടുംബം. ദൈവം തന്നെ ഒരു സന്തതിയായി ജനിച്ച് മാതൃക കാണിച്ച ഒരു വീടാണ് നസ്രത്തിലെ യേശുവിൻ്റെ കുടുംബം. അതുകൊണ്ട് നമുക്ക് നസ്രത്തിലെ കുടുംബത്തെ പോലെ ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കണം. റിഹേഴ്സൽ ഇല്ലാത്തൊരു ജീവിതമാണ് നമ്മുടേത്. ഒരു ദിവസം പോലെ ഇതിനു മുമ്പ് ജീവിച്ചതുപോലെയല്ല, നാളത്തെ ജീവിതം പോലെ, ഇന്നത്തെ ജീവിതം പോലെ ഒരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല. നാടകം കളിക്കണമെങ്കിൽ ഒത്തിരി നാളത്തെ റിഹേഴ്സൽ ഉണ്ടാവണം. എന്നാൽ ജീവിതം റിഹേഴ്സലില്ലാത്തൊരു ജീവിതമാണ്. അപ്രകാരം ഒരു ജീവിതത്തിൽ നന്നായി പെരുമാറാനും നന്നായി ജീവിപ്പാനും കഴിയുമ്പോഴാണ് തലമുറകൾക്ക് അതിനെ സ്വായത്തമാക്കാൻ കഴിയുന്നത്.
ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കുടുംബത്തെക്കുറിച്ചാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്താണ് കുടുംബം? കുടുംബത്തിലെ അന്തരീക്ഷം എന്തായിരിക്കണം? ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ചിന്തയാണ് കൂടുമ്പോൾ ഇമ്പം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പം, സന്തോഷം, സമാധാനം, തൃപ്തി, അതെല്ലാം നിറയുമ്പോഴാണല്ലോ സന്തോഷം ഉണ്ടാകുന്നത്. എന്നാൽ ബന്ധങ്ങൾ കുറവുള്ളതായ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. വീട് കൂദാശയ്ക്ക് നമ്മൾ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തെ ദൈവാനുഗ്രഹവും ദൈവ സാന്നിധ്യമുള്ളൊരു അഭയകേന്ദ്രമായി തീർക്കുന്നതാണ് വീട് കൂദാശയുടെ സമയം. ബന്ധങ്ങളിലാണ്. താമസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു വീട് ആകുന്നില്ലല്ലോ. ഹോട്ടൽ, മോട്ടൽ, ലോഡ്ജസ്, ഇവിടെയൊക്കെ ആളുകൾ താമസിക്കാറുണ്ട്. എന്നാൽ ഒരു വീട് കുടുംബമായി, ഭവനമായി രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ് വീട് കൂദാശ. ബന്ധങ്ങൾ, തമ്മിലുള്ള ബന്ധം, ദൈവമായുള്ള ബന്ധം, അയൽക്കാരുമായുള്ള ബന്ധം, ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയുമായുള്ള ബന്ധം. അവിടെയാണ് കുടുംബം രൂപം പ്രാപിക്കുന്നത്. അപ്രകാരം ദൈവത്തെ ഉൾക്കൊള്ളുന്ന ദൈവമുള്ള ഒരു ഭവനമായി നമ്മുടെ വീടിനെ തീർക്കണം. ദൈവമായുള്ള ബന്ധത്തിൽ വളരാൻ കുടുംബങ്ങൾ സഹായിക്കണം. പാശ്ചാത്യ നാടുകളിലൊക്കെ ഓപ്പൺ ഹൗസ് എന്ന് എഴുതിയ ബോർഡുകൾ കാണാം. അപ്പോൾ നമുക്ക് കാറ് നിർത്തി ഇറങ്ങി നോക്കാം. ആ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നതെന്നാണ് ചുരുക്കം. കയറി നോക്കാം, എന്തുണ്ട് ഈ വീട്ടിൽ, എന്തൊക്കെയുണ്ട്, സിറ്റ് ഔട്ട് എങ്ങനെയാണ്, കിച്ചൺ എങ്ങനെയാണ്, ലിവിങ് റൂം എങ്ങനെയാണ്. താല്പര്യമെങ്കിൽ നമുക്കത് മേടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നസ്രത്തിലെ യേശുവിൻ്റെ വീട് ഒരു ഓപ്പൺ ഹൗസാണ്. കയറി നോക്കാം, എങ്ങനെയാണ് ഈ വീട് ചരിക്കുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 41. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേശകന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് എന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചും കൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയിച്ചിരുന്നു. ഒരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത അവൻ്റെ പേരാണ്. നമ്മൾ സാധാരണ കാണുമ്പോൾ ആദ്യത്തെ അന്വേഷണം, അല്ല പേര് പറഞ്ഞില്ലല്ലോ, അപ്പോൾ പേര് പറയും. ഓരോ പേരിനും അർത്ഥമുണ്ട്. ദൈവം പോലും ലോകത്തിലൊരു മനുഷ്യനായി അവതരിക്കാൻ വന്നപ്പോൾ പരിശുദ്ധ കന്യമറിയാവിനോടും ജോസഫിനോടും പറഞ്ഞു, നിങ്ങൾക്കൊരു മകനുണ്ടാകും, അവന് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പേരിൽ തന്നെ തിരു അവതാരത്തിൻ്റെ രഹസ്യം ദൈവം ഒളിച്ചു വെച്ചു. ഈ പേര് കാണുന്നവർക്കും കേൾക്കുന്നവർക്കെല്ലാം യേശു എന്ന പേര് പാപിക്ക് ഒരു കാന്തം പോലെ ആകർഷിക്കപ്പെടുന്ന ഒരു പേരാണ്. യേശുവേ രക്ഷക. യേശുദാസിന് നല്ലൊരു പാട്ടുണ്ട്, യേശുവേ രക്ഷക. ഏത് മനുഷ്യർക്കും അത് പാടാവുന്നതാണ്. 2 വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരം സ്ത്രീകളുടെ ജയിലിൽ ക്രിസ്മസ് സന്ദേശം പറയാൻ വേണ്ടി പോയി. സന്ദേശം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ 10-70 സ്ത്രീകൾ തടിച്ചുകൂടിയിരിക്കുന്നു. എനിക്ക് തോന്നി മർത്തമ്മക്കാർ വല്ലവരും ഇതിനകത്തുണ്ടോ എന്നെനിക്കൊരു സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ ആരെയും സൂക്ഷിച്ച് നോക്കിയില്ല. എന്നാൽ എനിക്കൊരു താല്പര്യം തോന്നി. അവരോട് ചോദിച്ചു, നിങ്ങൾ ആർക്കെങ്കിലും ഒരു പാട്ട് പാടാമോ? അപ്പോൾ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിയിട്ട് അവരൊരു പാട്ട് പാടി. യേശുവേ, നീയാണ് എനിക്ക് രക്ഷകൻ. കുരിശേ, നിന്നിലാണ് എനിക്ക് അഭയം. കർത്താവേ, നീ തന്നെ എനിക്ക് അഭയം, താങ്ങും തണലും. എനിക്ക് സന്തോഷം തോന്നി. തടവറയിൽ കിടക്കുന്ന ഒരു സ്ത്രീ, അവൾ ഇപ്പോഴും പറയുന്നു, യേശുവേ, നീയാണ് എനിക്ക് രക്ഷകൻ, നീയാണ് എനിക്കൊരഭയം, കുരിശേ, നിന്നിലാണ് എനിക്ക് അഭയം. ഇത് അന്നും ഇന്നും പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ വലിയ പേരാണ്.
വ്യക്തിത്വത്തിൻ്റെ ഒരു ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അർത്ഥവത്തായ പേരുകളിടണം. കുട്ടികൾ പേര് പറയുമ്പോൾ പലപ്പോഴും ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, പേരിൻ്റെ അർത്ഥം എന്താണ്? മാതാപിതാക്കളുടെ സ്വപ്നമാണ് ഈ കുട്ടി, നീ ഇന്നതുപോലെ ആയിത്തീരണം എന്നവരുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 16-ാം വാക്യം യാക്കോബ് അനുഗ്രഹിച്ച ശേഷം പറയുന്നു, എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. പിതാക്കന്മാരുടെ പേര് തന്നെ തുടർന്ന് വരുമ്പോൾ ഒരു വലിയ ബന്ധമാണ്. പിതാക്കന്മാരുടെ വിശ്വാസം കൂടെ കൊണ്ടാണ് പോകുന്നത്. നമ്മുടെ മാമോദീസ സമയത്താണല്ലോ പേരിടുന്നത്. മാമോദീസ വാസത്തിൽ ഒരു റിലേ റേസിനെ ബാറ്റൻ കൈമാറുന്നത് പോലെയാണ്. കയ്യെ പിടിച്ചുകൊണ്ട് വിശ്വാസം പുതിയ തലമുറയിലേക്ക് സന്ദേഹിക്കുമ്പോൾ ഈ വിശ്വാസം, സഭയുടെ വിശ്വാസം, വേദപുസ്തകത്തിൻ്റെ വിശ്വാസം എല്ലാം പേറിക്കൊണ്ടാണ് പുതിയൊരു തലമുറയിലേക്ക് കൊണ്ടുപോകുന്നത്. പേരും അതുപോലെ തന്നെയാണ്. എന്തായിത്തീരണം നമുക്ക് തന്നെ നല്ല നിശ്ചയമുണ്ടാവണം. ഒരു മാതൃകാ കുടുംബമായ നസ്രത്തിലെ യേശുവിൻ്റെ കുടുംബത്തിൽ കണ്ട ഒന്നാണ് പതിവ് പോലെ അവർ പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോയി. നല്ല പതിവുകൾ വീട്ടിലുണ്ടാവണം. നമ്മുടെ ക്രിസ്തോസ്റ്റം തിരുമേനി ഒരു ദേശം സന്ദർശിച്ചപ്പോൾ അന്ന് വൈകിട്ട് ഇടവക്കാരനായ ഒരാളുടെ വീട്ടിലാണ് താമസിച്ചത്. നേരം വെളുത്ത് 5 മണിയായപ്പോൾ തിരുമേനിയുടെ കഥകിലൊരു മുട്ട്. അപ്പോൾ തിരുമേനി പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ ഒരു 10 വയസ്സുകാരൻ മുമ്പിൽ നിൽക്കുന്നു. അവൻ പറയുന്നു, തിരുമേനി പ്രാർത്ഥിക്കാൻ സമയമായി വരിക. തിരുമേനി പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ ആ കുടുംബാംഗങ്ങളെല്ലാവരും അവിടെ ഉണ്ട്. പാട്ടെല്ലാം പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ തിരുമേനി ഈ 10 വയസ്സുകാരനെ വിളിച്ചു, മിടുക്കൻ, കൊള്ളാം, അപ്പോൾ നീ എന്നെ ഉറക്കത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിളിച്ചു കൂട്ടിയല്ലോ, നന്ദി, സന്തോഷം എന്നൊക്കെ തിരുമേനി പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ അപ്പൻ അടുത്തിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തിരുമേനി, ഇവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്നുമല്ല വിളിച്ചത്, ഇനി മാങ്ങ പെറുക്കാൻ പോകണം, അതിന് അവൻ വിളിച്ചതാണ്. ഞങ്ങളുടെ വീട്ടിലൊരു നിഷ്ഠയുണ്ട്, എന്ത് ചെയ്താലും അതിനു മുമ്പ് പ്രാർത്ഥിക്കണം. 10-25 വർഷം കഴിഞ്ഞു. തിരുമേനി ബോംബെ സാന്റക്രൂസ് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ സുമുഖനായ ഒരുവൻ വന്ന് തിരുമേനിയുടെ കൈമുത്തി. തിരുമേനി എന്നെ അറിയുമോ എന്ന് അവൻ ചോദിക്കുന്നു. പിന്നെ മാരാമൻ കൺവെൻഷൻ നിന്നെ കണ്ടതാണല്ലോ എന്ന് തിരുമേനി പറയുന്നു. അവൻ പറയുന്നു, മാരാമണ്ണുമല്ല, കോഴഞ്ചേരിലുമല്ല, തിരുമേനി ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്. ഒരു നാൾ തിരുമേനിയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ഞാനാണ്, പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത് ഞാനാണ് എന്ന് പറഞ്ഞു. കൊള്ളാം, മിടുക്കൻ. എടാ, നീ നിൻ്റെ മകനെ പെറുക്കാൻ വേണ്ടി ഒരു മാവ് നട്ടിട്ടുണ്ടോ? തിരുമേനി അവനോട് ചോദിക്കുന്നു. നിൻ്റെ അപ്പൻ്റെ വിശ്വാസം പോലെ പ്രാക്ടിക്കലായിട്ട് ദൈവവിശ്വാസം കൊണ്ടു നടക്കാൻ നീ ഒരു മാവ് നട്ടിട്ടുണ്ടോ? നിൻ്റെ മകനെ വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ടോ? നല്ല മാതൃകകൾ എല്ലായ്പ്പോഴും നമുക്ക് പിൻഗമിപ്പാനും കൊണ്ടു നടക്കാനും ആയ ഒരു വലിയ കാര്യമാണ്. പ്രാർത്ഥന എല്ലായ്പ്പോഴും നല്ല പതിവ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. എൻ്റെ വീട്ടിലൊരു പതിവുണ്ടായിരുന്നു, അത്താഴം കഴിക്കുന്നതിന് മുമ്പേ ഒരു വാക്യം ചൊല്ലണം. അത്താഴത്തിന് വേണ്ടി വാക്യം പഠിച്ച ആളാണ് ഞാൻ. അങ്ങനെ പഠിച്ചതിൽ എൻ്റെ മനസ്സിനെ അന്നും ഇന്നും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു, അതാണ് എൻ്റെ സുവിശേഷം. അത് ഞാൻ അച്ഛനായപ്പോഴും മെത്രാനായപ്പോഴും സഭ്രകനായപ്പോഴും എല്ലാം പ്രസംഗിക്കുന്ന ഈ ഒരു വാക്യം തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അത്താഴത്തിന് വേണ്ടി പഠിച്ച ഒരു വാക്യം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു. അതിനകത്ത് വേദപുസ്തകം മുഴുവൻ അടങ്ങിയിരിക്കുന്നു, സത്യവേദപുസ്തകം മുഴുവൻ അതിനകത്തിരിക്കുന്നു. നമുക്ക് നല്ല പതിവുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ തലമുറകളായി അത് നിലനിൽക്കാൻ സാധിക്കും. അലക്സാണ്ടർ മാർത്തോമാ തിരുമേനി കാലം ചെയ്ത ശേഷം പത്രക്കാർ വന്ന് തിരുമേനിയുടെ സെക്രട്ടറിയോട് ചോദിക്കും, തിരുമേനിയുടെ പതിവുകളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ സെക്രട്ടറി അച്ഛൻ പറഞ്ഞു, തിരുമേനി എഴുന്നേറ്റാൽ ഉടനെ ആ ബെഡ്ഷീറ്റ് നന്നായി മടക്കും, എന്നിട്ട് കൈകൊണ്ട് തിരുമും. ആ പില്ലോ കവറിന് മുകളിലും തിരുമേനി കൈ ഓടിക്കും. ഇപ്പോൾ വിരിച്ച വിരി പോലെ എല്ലാം തോന്നും. ചെറുപ്പത്തിലെ പിതാവ് മരിച്ച് ആ വീട്ടിലെ മൂത്ത സന്തതിയായി എല്ലാം കണ്ടു പഠിച്ച ഒരു തിരുമേനി വാർദ്ധക്യത്തിൽ 84-ാം വയസ്സിൽ വീട്ടിൽ പഠിച്ച നല്ല പതിവ്
അത് ജീവിതത്തിൽ അദ്ദേഹത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തുകയും അദ്ദേഹത്തിൻ്റെ നിഷ്ഠയും കാര്യവും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അതായിരുന്നു തിരുമേനിയുടെ മഹത്വം. മലേഷ്യയിലെ ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹം ചോദിച്ചു, അങ്കിളെ, ഈ 84 വയസ്സുള്ള നിങ്ങൾ എന്തിനായി ഫ്രണ്ട് ബെഞ്ചിൽ വന്നിരിക്കുന്നത്? ഇത് പിള്ളേരുടെ സ്ഥലമല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 10 വയസ്സ് വരെ ഞാൻ പള്ളിക്ക് പുറത്തായിരുന്നു, ഒരിക്കലും പള്ളിക്ക് അകത്ത് കയറിയില്ലായിരുന്നു. ഒരിക്കലും എൻ്റെ അമ്മ എന്നെ അത് കണ്ടു. അമ്മ വഴക്ക് പറഞ്ഞു, നോ 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 ദാറ്റ് ഈസ് നോട്ട് യുവർ പ്ലേസ്, യു ബി ഓൾവേസ് ഇൻ ദ ഫ്രണ്ട് വ്യൂ, എന്നും നീ ഫ്രണ്ടിലായിരിക്കണം. ഞാൻ എൻ്റെ അമ്മയോട് ചെയ്ത ഉറപ്പാണ്. കഴിഞ്ഞ 82 വർഷം ഞാൻ അമ്മ പറഞ്ഞതുപോലെ എന്നും പള്ളിയിൽ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ പതിവുകളും ചില ചില ഉപദേശങ്ങളും ചെറുതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അനേകരുടെ ജീവിതത്തെ അത് ഭാരിക്കുന്ന ഒന്നാണ്. ഒരിക്കൽ ഞാൻ ഇംഗ്ലണ്ടിലെ ഒരു വീട്ടിൽ ചെന്നു. വലിയ നോമ്പിൻ്റെ നാളുകളാണ്. 12 വയസ്സേ ഉള്ള അവൾക്ക്. ഹൗ യു ആർ ഗോയിങ് ടു ഒബ്സർവ് ലെൻറ്റ്? അപ്പോൾ അവൾ പറഞ്ഞു, കമ്മിങ് 50 days നോ TV ആൻഡ് നോ ചിക്കൻ. എനിക്ക് അല്പം തോന്നി, എങ്ങനെ ഈ 12 വയസ്സുകാർ ഇത് പഠിക്കുന്നു, ഇത് മനസ്സിലാക്കുന്നു? ജീവിതത്തിലെ ചില നല്ല പതിവുകൾ പഠിക്കാനും പ്രാക്ടിക്കലാകാനും പാലിക്കാനും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര അനുഭവം കൊടുത്തിരിക്കുന്നു. നമുക്കിതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ നിഷ്ഠയോടുകൂടെ അവരുടെ ജീവിതചര്യ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീടുകളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പലർക്കും മടിയാണ്. പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തതുപോലെ തോന്നും. അതിൻ്റെ പരിശീലനം നമ്മുടെ വീടുകളിലാണ് കൊടുക്കേണ്ടത്. ആ വീട്ടിലെ പരിശീലനമാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ 7 പേരാണ്, ഞാൻ ഇളയയാളാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ടത്തെ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു അരമണിക്കൂർ വേണം പ്രാർത്ഥിക്കാൻ, എൻ്റെ അപ്പന് 10 മിനിറ്റ് മതി. എന്നാൽ ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് വരുമ്പോൾ ഒത്തിരി സമയമാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു തലവണയായിട്ടാണ് പോകുന്നത്. ആദ്യം ഞാൻ പ്രാർത്ഥിക്കും, പിന്നെ 1.5 മണിക്കൂർ ഉറങ്ങാൻ പറ്റും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ കട്ടിലേ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കും, അയ്യോ എല്ലാവരും കിടന്നോ, എല്ലാവരും കിടന്നോ, അത്താഴം കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അമ്മ പറയും, നിൻ്റെ വീതം ചോറ് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്, നാളെ രാവിലെ തരാം. അപ്പോൾ എനിക്ക് ഇരട്ടി ദുഃഖമാണ്. ഐ എം ഗോയിങ് ടു ലൂസ് മൈ സപ്പർ ഫോർ എവർ. ഒരിക്കലും മടങ്ങി വരാതെ എൻ്റെ അത്താഴം കടന്നു പോയല്ലോ എന്ന് പറയും. എന്നാലും പ്രാർത്ഥനയിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ നിഷ്ഠയാണ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് തരുന്നത്. പ്രാർത്ഥന ഒരു ശക്തിയാണ്. ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് സോൾ. ആത്മാവിൻ്റെ ഒരു ലാംഗ്വേജാണ് അതെന്നാണ് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പവർഫുൾ കണക്ഷൻ ടു ദ ക്രിയേറ്റർ. സൃഷ്ടികർത്താവിനോടുള്ളൊരു ഐക്യവും ശക്തിദായകമായ ഒരു അനുഭവമാണ്. പ്രാർത്ഥനയിൽ 3 കാര്യം ഉപയോഗിക്കരുന്ന ഒരു ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അസാധ്യം എന്നൊരു വാക്ക് പ്രാർത്ഥനയിൽ ഉപേക്ഷിക്കരുത്. ഒരു പക്ഷേ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഈഫ്, എങ്കിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഇതെല്ലാം പ്രാർത്ഥനയുടെ ഫ്ലോ നഷ്ടപ്പെടുത്തി കളയുന്നതാണ്, ദൈവത്തെ അവിശ്വസിക്കുന്നതാണ്. അസാധ്യം എന്നൊരു വാക്ക് പ്രാർത്ഥന ഉണ്ടായിക്കൂടാ. എങ്കിൽ എന്നൊരു വാക്ക് ഉണ്ടാകരുത്. ഒരു പക്ഷേ എന്നൊരു വാക്ക് ഉണ്ടാകരുത്. സാത്താന്യ ശക്തികൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. വീടുകളിൽ, പള്ളികളിൽ, സഭകളിൽ എല്ലാം ഡിവിഷൻസ് ഉണ്ട്. Satanic power is more powerful than that of any other time. എന്തുകൊണ്ട് സഭകൾ ഇങ്ങനെ പൊട്ടുന്നു എന്ന് നമ്മൾ ഓർക്കുമ്പോൾ അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കാതെയാണ് ഇരിക്കുന്നത്. എല്ലാ സഭകളിലും വിഘടനവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ വി നീഡ് പവർ. നമുക്കതിന് ശക്തി ഇല്ലാതെ പോകുന്നതാണ് അതിൻ്റെ കുഴപ്പം. പ്രാർത്ഥന തന്നെയാണ് അതിന് ആയുധം. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് എഫേസ്യ ലേഖനത്തിലെ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. ജഡരക്തങ്ങളോടല്ല, അന്ധകാര ശക്തികളോടും ദുഷ്ടാത്മ സേനകളോടും അത്രേ. എഫേസ്യ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സാത്താന്യ ശക്തികളോട് തന്നെയാണ്. പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. നമ്മുടെ പല വീടുകളിലെയും ഈ യാഗപീഠം, പ്രാർത്ഥനയുടെ യാഗപീഠം ഇടിഞ്ഞാണ് കിടക്കുന്നത്. അതിന് നല്ലൊരു ഉദാഹരണമാണ് കർമ്മേൽ പർവ്വതത്തിൽ ഏലിയ പ്രവാചകൻ ചെല്ലുമ്പോൾ
ബാലിൻ്റെ പ്രവാചകന്മാരുമായി മല്ലിടാൻ വേണ്ടി ചെന്നാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായം. അവിടെ പറയുന്നു, യാഗപീഠത്തിൻ്റെ കല്ലുകളെല്ലാം ഇടിഞ്ഞു കിടന്നു. ഏലിയാവ് അവിടെ എന്ന് ചെന്ന് ഈ കല്ലുകളെല്ലാം പിറക്കിയാണ് യാഗം കഴിക്കുന്നത്. നമ്മുടെ വീടുകളിലെ യാഗപീഠങ്ങളെല്ലാം ഇടിഞ്ഞാണ് കിടക്കുന്നത്, മറാലകൾ പിടിച്ചാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീട് ഐശ്വര്യപ്പെടാത്തത്. ദൈവഭയമില്ലാത്ത സന്തതികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ദൈവകൃപ അനുഭവിക്കുന്ന സ്രോതസ്സുകളായിരുന്നു ഇവിടെ നിങ്ങൾ പേരൻസ് എല്ലാം ഇവിടെ ഇരിക്കുന്നല്ലോ. നിങ്ങളുടെ ആരുടെ നന്മ കൊണ്ടല്ല നിങ്ങൾ ഈ ബെഞ്ച ഈ കസേര വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേരൻസ് പരമാർത്ഥികളായിരുന്നു, ദൈവഭയമുള്ളവരായിരുന്നു, ദൈവസ്നേഹമുള്ളവരായിരുന്നു, മനുഷ്യ സ്നേഹത്തിൽ ജീവിതം കണ്ടെത്തിയവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കഴിഞ്ഞത്. നിങ്ങളുടെ മക്കളെയും ഈ വലിയ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ആ കൃപ എന്നും എപ്പോഴും അനുഭവിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. നസറത്തിലെ കുടുംബം പതിവ് പോലെ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി പോകുന്നതാണ്. തമിഴ്നാട്ടിലെ ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ അപ്പനും അമ്മയും മക്കളും എല്ലാവരും വേദപുസ്തകം കൈ പിടിച്ചുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നു. എനിക്ക് അത്ഭുതം തോന്നും. എന്തൊരു സന്തോഷകരമായൊരു കൂട്ടായ്മയാണ്. സാക്ഷ്യത നിറഞ്ഞ ഒരു സമൂഹം, സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സമൂഹം, ഒരു കുടുംബം. പള്ളിയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ദൈവവചനവുമായി പള്ളിയിലേക്ക് വരുന്നു. ഇത് നമ്മെ സന്തോഷിപ്പിക്കുന്നതും അനുഗ്രഹം നിറഞ്ഞൊരു ആരാധനയ്ക്ക് നമ്മെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. വചനത്തിന് അടിസ്ഥാനമുള്ളവരായിരിക്കണം നമ്മുടെ കുട്ടികൾ. ഇന്ന് നാം വായിച്ചു കേട്ട ലൂക്കോസ് സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, യേശുവിനെ കാണാതെ പോയൊരു ദിവസം, മാതാപിതാക്കൾ തിരക്കി അന്വേഷിച്ച് വരുന്നൊരു ദിവസം, അപ്പനും അമ്മയും നോക്കുമ്പോൾ ഉപദേശകന്മാരുടെ നടുവിലിരിക്കുന്ന യേശു ഉപദേശകന്മാരുമായിട്ട് പറയുന്നു, കേൾക്കുന്നു. അവൻ്റെ വാഗ്ധോരണിയിൽ എല്ലാവർക്കും സന്തോഷം തോന്നി. വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളും വിസ്മയം തോന്നി എന്ന് പറയുന്നു. മാതാപിതാക്കളുടെ ഒരു വലിയ താല്പര്യമായിരിക്കണം മക്കളെ വചനവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത്. ഞാനൊരു അധ്യാപകരുടെ ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു ബോർഡിൽ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ സബ്ജക്റ്റ് സംബന്ധിച്ച് പല കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും അറിയാൻ വയ്യല്ലോ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ആ കാൻഡിഡേറ്റിനോട് ചോദിച്ചു, നീ സൺഡേ സ്കൂളിൽ പോകാറുണ്ടോ? ഉണ്ട്. ഞാൻ സൺഡേ സ്കൂളിൽ പോകുക മാത്രമല്ല, ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, വിശുദ്ധ പത്രോസിൻ്റെ എത്ര ലേഖനം നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്? ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ അവൾ പറഞ്ഞു 5. അപ്പം ഞാൻ ചോദിച്ചു, പത്രോസിൻ്റെ 5 ലേഖനങ്ങൾ ഏതൊക്കെയാണ്? 1 പത്രോസ്, 2 പത്രോസ്, 3 പത്രോസ്, 4 പത്രോസ്, 5 പത്രോസ്. എനിക്ക് ദുഃഖം തോന്നി. ദൈവമേ, സൺഡേ സ്കൂൾ അധ്യാപികയാണെന്ന് പറയുന്നു, അധ്യാപകരുടെ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നു. വചനം വേണ്ടതുപോലെ ഗ്രഹിക്കാത്ത നമ്മുടെ മക്കളാണല്ലോ. വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. ക്രിസ്ത്യാനികൾ ഏറ്റവും കുറച്ച് വായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വേദപുസ്തകം. ശരിയാണെന്ന് എനിക്ക് തോന്നി, വളരെ ശരിയാണെന്ന് തോന്നി. വേദപുസ്തകം വളരെ കുറച്ച് വായിക്കുന്നതുകൊണ്ടാണ് ബലം കുറഞ്ഞ മക്കൾ നമുക്കുള്ളത്. വിശ്വാസത്തിൽ സ്ഥിരതയില്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്. നിൻ്റെ വചനം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ദിവ്യവചനം. കുഞ്ഞുങ്ങളെ നിങ്ങൾ നിർബന്ധിക്കണം. ഇപ്പോൾ ഞാൻ ആദ്യ കുർബാനയ്ക്ക് പോകുമ്പോൾ പിള്ളേരെ കൊണ്ട് എഴുന്നേൽപ്പിച്ച വലത്തെ ഉയർത്താൻ പറയും. എന്നിട്ട് പറയും, 2 മാസം കൊണ്ട് ഈ 66 പുസ്തകം ഞാൻ വായിക്കും. അങ്ങനെയുള്ളവർക്ക് കുർബാന കൊടുക്കാറുണ്ട്. വേദപുസ്തക വായന അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാര്യം. തിരക്കാണ്, പഠിക്കാൻ ഒത്തിരി ഉണ്ട്. എന്നാൽ പോലും വചനവുമായുള്ള ബന്ധത്തിൽ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹീതമായൊരു ഭാവി നിലനിർത്താനായിട്ട് വചനാനുസൃതം ജീവിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. വചനം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന് 33 വയസ്സായപ്പോൾ അതിക്രൂരമായ ഒരു പീഡനവും മരണവും വരിക്കേണ്ടതായിട്ടും ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് യേശു ഒരു പാട്ട് പാടി. സൺഡേ സ്കൂൾ പിള്ളേർ പറഞ്ഞു, ഏത് പാട്ടാണ് പാടിയത്?
ഗായക സംഘം കർത്താവ് ക്രൂശിൽ കിടന്ന് പാടിയ പാട്ട്. ഇരുപത്തിരണ്ടാം സങ്കീർത്തനം. ഈ കുരിശിൽ, ഈ മരണത്തിൻ്റെ മധ്യത്തിൽ, പെടയുന്നതിൻ്റെ മധ്യത്തിൽ ഈ ദൈവത്തിൻ്റെ വചനമാണ് ക്രൂശിൽ കിടക്കാൻ യേശുവിനെ സഹായിച്ചതും ശക്തീകരിച്ചതും ബലപ്പെടുത്തുന്നതും. ദൈവം തന്നെ കൈവിട്ടോ എന്നൊരു ഭാരവും ഭീതിയും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൈവരിച്ചു. എന്നാൽ അവസാനം പറയുന്നു, ആ സങ്കീർത്തനത്തിൻ്റെ അവസാനം പ്രത്യാശയുടെ പ്രത്യാശ. അത് പാടിയത് എൻ്റെ വിചാരം കന്യക മറിയാമും സമീപത്തുണ്ടായിരുന്നു. മേരി സ്റ്റുഡ് അണ്ടർ ദ ക്രോസ് ആൻഡ് ദേ വർ ടുഗദർ. ഈ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയും പാട്ടുമാണ് അവിടെ പാടാനായിട്ട് സാധിച്ചത്. തോൽക്കാൻ പഠിപ്പിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. A+ കിട്ടുന്ന കുട്ടികൾ എന്നാൽ തോറ്റുപോകുന്നവരിൽ ആ കൂട്ടത്തിലില്ലേ, ആരും അവരെ കാണാറേ ഇല്ല. പള്ളിയിൽ സ്ഥിരം വരുന്ന ആളുകൾ സ്ഥിരം ചോദിക്കും തോറ്റുപോയതിനോട്, നീ ഇത്തവണ ജയിച്ചില്ലേടാ, നീ ഇത്തവണ ജയിച്ചില്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് പള്ളി പോകാത്ത കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിപ്പോക്ക് നിർത്തി. തോൽവിക്കാരനെ ഏറ്റവും മോശക്കാരനായിട്ടും ഇവനെ നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത. തോറ്റുപോയവരെ എങ്ങനെ കൈപിടിച്ച് ഉണർത്തും? കർക്കിടക മാസത്തിൽ ചേന അതിൻ്റെ തണ്ടോടുകൂടെ പെടന്നു പോകാം. എന്നാൽ പിറ്റേ ദിവസം ഒരു കപ്പത്തണ്ടെടുത്ത് പൊക്കി വെച്ചാൽ ചേന നേരെ സൂര്യനെ നോക്കി മുന്നോട്ട് പോകും. വീഴുന്നതല്ല പാപം, വീണ് കിടക്കുന്നതാണ് പാപം. നമുക്ക് എത്രയോ ആളുകളെ പൊക്കി നിർത്താനായിട്ട് കഴിയും. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ മക്കളോട് പറയും, 60% മാർക്ക് മേടിച്ചാൽ മതി, ഫസ്റ്റ് ക്ലാസ് മാർക്കാണ്, അതിലപ്പുറത്തിന് പോകണ്ട. ബാക്കി 40% പരോപകാരം, സ്നേഹം, കരുണ, അയൽക്കാരുമായുള്ള ബന്ധം, രാഷ്ട്രത്തോടുള്ള ബന്ധം. ഈ 40% കൂടി അതുകൂടെ കൂട്ടി വരുമ്പോഴാണ് നിനക്ക് A+ ഉണ്ടാകും. എത്രയോ അമ്മമാരും അപ്പന്മാരും 97% മാർക്ക് കിട്ടിയാലും വേർ ഈസ് ദ റെസ്റ്റ് 3 എന്ന് ചോദിച്ച് കുട്ടികളെ പീഡിപ്പിക്കാറുണ്ട്. നമുക്ക് തോൽക്കാൻ മക്കളെ പഠിപ്പിക്കണം. അപ്പോഴാണ് അവർ തോൽവിയിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. തോൽവി ഒരു അവസാനമോ തോൽവി ഒരു മണ്ടത്തരത്തിൻ്റെ ഉത്തരമോ അല്ല. തോൽവി നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. അതിൽ ജയിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ അബ്ദുൽ കലാം നമ്മുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ആന്ധ്രയിൽ റിട്ടയർഡ് ചിൽഡ്രൻസിന് വേണ്ടി ഒരു സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചെന്നു. അദ്ദേഹം സ്റ്റേജിലിരിക്കുമ്പോൾ 50 മീറ്റർ ഓട്ടത്തിന് 5 തടിയന്മാരായ കുട്ടികൾ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അവർ ഓടുമ്പോൾ 2 പേര് മറിഞ്ഞു വീഴുന്നു. ഉടനെ മുന്നോട്ട് പോയ 3 പേര് തിരിച്ചു വരുന്നു. അവർ വന്ന് വീണു പോയ 2 പേരെ പൊക്കുന്നു. എന്നിട്ട് അവരൊന്നിച്ച് ഓടുന്നു. 5 പേർക്കും ഫസ്റ്റ് പ്രൈസ്. സമ്മാനം കൊടുക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ജനങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ബുദ്ധി കുറഞ്ഞ കുട്ടികളെ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെയല്ല നിങ്ങൾ അവരെ വിളിക്കുന്നത്. എന്നാൽ ബുദ്ധിമാന്മാരായ 5 പേർ ഓടിയാൽ എന്തായിരിക്കും ഫലം നിങ്ങൾക്കറിയാമോ? നടുക്ക് നിൽക്കുന്നവൻ വലത്തുകാല് പൊക്കിയാൽ ഒരുത്തനെ വീഴിക്കാം, ഇടത്തുകാല് പൊക്കിയാൽ വേർത്തനെ വീഴിക്കാം. 2 പേരെ തട്ടി താഴെയിട്ടാൽ 3 പേർക്ക് സമ്മാനം. നമുക്ക് ബുദ്ധിയുണ്ടെന്ന് പറയുന്നവരോ ബുദ്ധി കുറഞ്ഞവർ ചെയ്യുന്നതോ ഏതാണ് അഭികാമ്യമായ സംഗതി? തോൽക്കാൻ പഠിക്കുക, തോൽക്കുന്നവരെ പൊക്കി ഉയർത്തുക. നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. കോട്ടയം അടുത്ത മന്ദിരം ആശുപത്രിയിലെ ഒരു വാർഡ് തന്നെയുണ്ട്. കുട്ടികളെ പരീക്ഷയ്ക്ക് ഭയപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വാർഡ്. ഞാൻ അവരെ സന്ദർശിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തിരുമേനിയെ പച്ച പരീക്ഷ വരുന്നു, പേടിയാണ്. അപ്പം ഞാൻ അവർ പറഞ്ഞു, നമ്മുടെ സർക്കാർ എന്ത് നല്ല സർക്കാരാണ്, നീ ഇതറിയുന്നില്ലയോ? മാർച്ചിൽ എഴുതി തോറ്റുപോയാൽ സെപ്റ്റംബറിൽ എഴുതാം, സെപ്റ്റംബറിൽ തോറ്റാൽ മാർച്ചിൽ എഴുതാം, പിന്നെയും മാർച്ചിൽ തോറ്റാൽ വീണ്ടും എഴുതാം. ഇത്രയും ഒരു സർക്കാരുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നു? നീ ഒരു പ്രാവശ്യം തോറ്റത് കൊണ്ട് ലോകം അസ്തമിച്ചു പോകുമോ?
പിടിച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സങ്കീർത്തനക്കാരൻ നമ്മെ പല രീതിയിൽ ബലപ്പെടുത്തുന്നുണ്ട്. തോറ്റുപോകുന്നല്ല, മുന്നോട്ട് പ്രയാണം ചെയ്യാൻ ദൈവത്തിൻ്റെ ശക്തി ആർജിച്ചെടുക്കുക. അതാണ് നമ്മുടെ കരുത്ത്. ആ കൃപയിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. പത്തനംതിട്ടയാണ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്ന സ്ഥലം. ശബരിമല, മലയാലപ്പുഴ, മാരാമൻ കൺവെൻഷൻ, മഞ്ഞനിക്കര, എന്തെല്ലാം സ്ഥലങ്ങളിലാണ്. ഇവിടങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. എന്തു പറ്റിയെന്നും ഇന്നലെയും ധനാഢ്യനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നപ്പോൾ നമുക്കെല്ലാം ദുഃഖം തോന്നി. ദൈവമേ, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, വർദ്ധിച്ചു വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യ? ഞാനൊരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ക്യാമ്പിൻ്റെ പ്രധാന വിഷയം ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്. ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്. 4 ദിവസത്തെ ക്യാമ്പ്. 4-ാം ദിവസം ഒന്നിച്ചിരുന്ന് ഞാൻ അവിടുത്തെ കുട്ടികളുടെ മേശയിൽ, എൻ്റെ മേശയിൽ അവർ വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. സന്തോഷമായി പിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വികാരിച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേൻ്റെ കൂടെ ഇന്നലെ ഭക്ഷണം കഴിച്ച പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അന്നും ഇന്നും എനിക്ക് ദുഃഖമാണ് ആ വാർത്ത കേട്ടപ്പോൾ. ലൈഫ് സസ്റ്റൈനിങ് ഫെയ്ത്ത്. പിടിച്ചു നിൽപ്പാൻ കെൽപ്പില്ലാതെ വേണം നമ്മുടെ മക്കൾ. ബലമില്ലല്ലോ ദൈവമേ, ഒരു പ്രതിസന്ധിയെ അതിജീവിപ്പാൻ തക്കണം ഇവർക്ക് കരുത്തില്ലല്ലോ. എൻ്റെ ഒരു അനലൈസ് ചെയ്തപ്പോൾ പ്രാർത്ഥനയുടെ അഭാവമാണ്. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന കുറവാണ്. വചനത്തിൻ്റെ സാരം ഗ്രഹിപ്പാനുള്ള കൃപ ദൈവം കൊടുത്തത് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇത് രണ്ടുമില്ലാതെ ഉന്നത വിദ്യാഭ്യാസം നേടാം എന്നുള്ള വ്യാമോഹത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ പള്ളിയിൽ പോലും വിടാത്തവരുണ്ട്. സൺഡേ സ്കൂളിൽ വിടാത്ത പേരൻസ് ഉണ്ട്. നിങ്ങളുടെ മക്കൾ ഒരിക്കലും പൊങ്ങത്തില്ല. ദൈവവുമായുള്ള ബന്ധത്തിലുണ്ടാകും. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എത്രയോ മുമ്പേ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഫിയർ ഓഫ് ദ ലോർഡ്. ആ ദൈവബന്ധവും ദൈവബോധ്യവും ദൈവകൃപയും ഇല്ലാതെ ഒരു കുഞ്ഞും മുന്നോട്ട് വളരത്തില്ല. അവർക്ക് സുസൂക്ഷ്മമായി ഉണ്ടാവണം. എന്നാൽ എല്ലാ കുട്ടികളും അങ്ങനെയാണോ? അല്ല എന്നാണ് എൻ്റെ ചിന്ത. +2 കഴിഞ്ഞ ഒരുവൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, നിൻ്റെ ആഗ്രഹം എന്താണ്? അപ്പോൾ അവൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞു. യാക്കോബിൻ്റെ തക്സ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം കുർബാന ചൊല്ലി മരിക്കണം. പരിശുദ്ധ യാക്കോബിൻ്റെ തക്സ ഉപയോഗിച്ച് കുർബാന ചൊല്ലി ഒരു പ്രാവശ്യം കുർബാന ചൊല്ലി മരിക്കണം. ഇവനെങ്ങനെയാണ് തക്സ കണ്ടിട്ടുണ്ടോ? കുർബാന തക്സ കണ്ടിട്ടുണ്ടോ? കാർമ്മികരായ അച്ഛന്മാർ ചൊല്ലുന്ന ഈ പുസ്തകം ഇവൻ എങ്ങനെ പഠിച്ചു? കുർബാന അവനെ ആകർഷിച്ചിരിക്കുന്നു. നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. കുർബാനയുടെ അർത്ഥവും ആഴവും ഗ്രഹിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നു. ഈ കർത്താവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദമ്യമായ ആഗ്രഹം. കുർബാന ചൊല്ലി ഒരു ദിവസം ഒരു കുർബാന ചൊല്ലി മരിക്കണം എന്നുള്ള ഇങ്ങനെയുള്ള നമ്മുടെ മക്കളുണ്ട്. നിങ്ങൾ പലരും നിങ്ങളുടെ ഇതുപോലെയുള്ള മക്കളെ പുറകിൽ നിന്ന് വലിച്ചവരാണ്. വേണ്ടടാ വേണ്ട, ഇതിലപ്പുറമുള്ള പണി വേറെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് പിള്ളേരുടെ ആഗ്രഹത്തെ കൊന്നുകളഞ്ഞവരുണ്ട്. എവിടുന്ന് കിട്ടും പിള്ളേരെ? ചൈനയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾക്ക് തന്നല്ലേ ഉള്ളൂ. അതെപ്പോൾ ആഗ്രഹം തുടങ്ങണം? എപ്പോൾ ഒരു കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം? എപ്പോൾ ആഗ്രഹം തോന്നും? 1918 സാധു സുന്ദർ സിംഗ് മാരാമൺ കൺവെൻഷൻ വന്നു. അദ്ദേഹം പറയുന്നു, വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പറയാൻ ആളില്ല. തിരുവിതാംകൂറിലെ സഭകളാണ് ശക്തമായിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊടുക്കണം, സുവിശേഷം പറയാൻ കൊടുക്കണം. സുവിശേഷം കേൾക്കാത്തവർക്ക് ഒരു ഭാരം നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗർഭിണികളായി ആരെങ്കിലും ഈ പന്തലിലുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്ത് കൈ നിങ്ങളുടെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ്, ഈ ജീവൻ നിനക്ക് വേണ്ടി തരുന്നു, നിൻ്റെ സഭയ്ക്ക് വേണ്ടി തരുന്നു, സുവിശേഷത്തിൻ്റെ പ്രചാരകനായിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ വേണം അച്ഛന്മാരുണ്ടാകാൻ. അതിൽ നിന്ന് വേണം മെത്രാനുണ്ടാകാൻ. ദൈവഭയം അന്നേ അങ്കുരിക്കണം. ആ പ്രാർത്ഥന മതി, കുഞ്ഞ് കേൾക്കും.
വയറ്റിൽ കിടന്ന് കേൾക്കും. അങ്ങനെ കുമ്മനാട് ഒരു സ്ത്രീ പ്രസവിച്ച മകനാണ് ക്രിസോസ്റ്റം തിരുമേനി. റോമൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ്റെ പ്രധാന തീസിസ് ഗർഭസ്ഥ ശിശുക്കളുടെ രീതി, ഭാവം, ചിന്ത എന്താണെന്ന്. വയറ്റിൽ 1 മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താണ്, 2 മാസമാകുമ്പോൾ എങ്ങനെയാണ്, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം. അച്ഛൻ അത് പഠിച്ചു. എന്നിട്ട് അച്ഛൻ തന്നെ അത് തീസിസ് പറയുന്നു. ഈ കുട്ടിയുടെ രീതിയിൽ അച്ഛൻ പറയുന്നു, 4-ാം മാസത്തിൽ എൻ്റെ കൈക്ക് നീളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭയങ്കര പെയിനായിരുന്നു. 5-ാം മാസത്തിൽ നഖമുണ്ടാകുന്ന സമയമായിരുന്നു, അന്നേരം ഭയങ്കര പെയിനാണ്. കുട്ടി പറയുന്നു, എൻ്റെ അമ്മയെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ നിങ്ങൾ രണ്ടുപേരും വഴക്ക് പിടിക്കുകയായിരുന്നു. എന്ത് നല്ല ഭക്ഷണം കഴിച്ചാൽ ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ കടകൾ തോറും കയറിയിറങ്ങുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. എപ്പോൾ പ്രാർത്ഥന തുടങ്ങണം? എങ്ങനെ നല്ല സന്തതികളുണ്ടാകും? ദൈവഭയമുള്ള, ദൈവകൃപയുള്ള മക്കളുണ്ടാകിയാൽ മാത്രമല്ലേ ദേശത്തിന്, രാജ്യത്തിന്, സഭയ്ക്ക്, കുടുംബത്തിന് അനുഗ്രഹീതരായ സന്തതികൾ ഉണ്ടാക്കാൻ മാതാപിതാക്കളെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചാണ്. മാമോദിസായ്ക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പ്രബോധന സമയത്ത് ഞാൻ അവരോട് പറയും, തിരുമേനി പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതുവരെ നിങ്ങളുടെ സ്വന്തമായിരുന്ന ഈ കുട്ടി ഇപ്പോൾ അവരുടെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ച് വേർതിരിച്ചതിനാൽ they belongs to Christ, they belongs to God. ഈ പള്ളിയിൽ വളർത്താൻ ഇടയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നയക്കുകയാണ്. ഓൾവേസ് റിമെമ്പർ യു ആർ അക്കൗണ്ടബിൾ ബിഫോർ ദ ലോ. മോശയുടെ അപ്പനും അമ്മ അങ്ങനെ തന്നെയായിരുന്നു. സ്വന്തം കുഞ്ഞിനെ ഫറവോന് വേണ്ടിയാണ് അമ്മ വളർത്തിയത്. പണം മേടിച്ചുകൊണ്ടാണ് വളർത്തിയത്. ഫറവോൻ്റെ പുത്രിയുടെ കുട്ടിയായിട്ടാണ് വളർത്തിയത്. സ്വന്തം കുഞ്ഞിനെ അങ്ങനെയാണ്. നിങ്ങളെയും അങ്ങനെ തന്നെ തന്നയക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ദൈവം കണക്ക് ചോദിക്കും. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം, ഉപവസിക്കാൻ പഠിപ്പിക്കണം, നോമ്പ് നോക്കാൻ പഠിപ്പിക്കണം, വേദപുസ്തകം പഠിപ്പിക്കണം, സഹിക്കാൻ പഠിപ്പിക്കണം, വിനയം പഠിപ്പിക്കണം. 10 വയസ്സ് വരെ പഠിപ്പിക്കേണ്ട എല്ലാം പഠിപ്പിച്ചോണം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു ശുശ്രൂഷ എന്ന് കണക്കാക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കാൻ കഴിയും. നമ്മുടെ വീടുകളിൽ സ്നേഹം കുറയുന്നതാണ് ഈ പ്രശ്നത്തിലെല്ലാം കാര്യം. കുട്ടികൾക്ക് വേണ്ടത്ര സ്നേഹം പകർന്നു കൊടുക്കാൻ വീട് സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം പോലെ തോന്നണം. അപ്പോൾ നമുക്ക് കുട്ടികളെ കൂടുതലായി സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയും. പ്രാർത്ഥനാനുഭവം ചിട്ടയോടുകൂടിയുള്ള അനുസരണമുള്ളതാണ്. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യമാണ്, പിന്നെ അവൻ അവരോടുകൂടെ നസ്രേത്തിൽ വന്ന് കീഴടങ്ങിയിരുന്നു. ലോകം സൃഷ്ടിച്ചവൻ, അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, മാനുഷികമായ 2 അപ്പനും അമ്മയ്ക്കും കീഴടങ്ങി അനുസരണത്തോടുകൂടി വളർന്നു. അനുസരണം, ദൈവത്തെ ഭയപ്പെടുക. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ് ദൈവത്തെ ഭയപ്പെടാതെയുള്ള ജീവിതം. ആര് കണക്ക് ചോദിക്കും? ആരും ചോദിക്കില്ല എന്ന് ചിന്ത. ദൈവം എവിടെയെന്നുള്ള ചോദ്യം. ദൈവം ഇല്ല എന്നൊരു പഠിപ്പിക്കാം. താന്തോന്നികളായി ജീവിക്കാനൊരു ചിന്ത നമുക്കുണ്ട്. ദൈവം നമുക്ക് നല്ലൊരു മാതൃക കാണിച്ചെന്നു. നസ്രത്തിലെ യേശു അനുസരണമുള്ള കുട്ടിയായി വളർന്നു. അതുകൊണ്ടാണ് പിതാവിൻ്റെ വലിയ ആഗ്രഹത്തിന് അനുസരണം കാണിച്ചു. ഗതസമനയിൽ യേശു ചോദിക്കുന്നു, അപ്പാ ഇതല്ലാതൊരു മാർഗമില്ലേ ഈ ജനത്തെ രക്ഷിക്കാൻ? ഇതല്ലാതൊരു മാർഗമില്ലേ? എന്തെങ്കിലും പറഞ്ഞായിട്ട് വേദം പറയുന്നില്ല. പിതാവ് ഹി കെപ്റ്റ് മം. ചിലപ്പോൾ നിശബ്ദത വാചാലമാവാം. അപ്പാ ഇതല്ലാതൊരു മാർഗമില്ലേ എന്ന് പുത്രൻ തമ്പുരാൻ ഗതസമനായി ചോദിക്കുമ്പോൾ നിശബ്ദതയിലൂടെ പിതാവാൻ ദൈവം സംസാരിക്കും. ഇത് മതി, അത് തന്നെ. യൂഹാനൻ മാർത്തോമാ തിരുമേനിക്ക് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ദാനിയേലേട്ടൻ, വെൺമണിക്കാരനാണ്. അവരൊന്നിച്ച്
ആലുവായ്ക്ക് യാത്ര പോകുന്നു. മൂവാറ്റുപുഴ ആയപ്പോൾ തിരുമേനി ദാനിയേലിനോട് ചോദിക്കും, ദാനിയേലേ, കുർബാനപ്പെട്ടി എടുത്തിട്ടുണ്ടോ? അയ്യോ, അതിനിന്ന് ചൊവ്വാഴ്ചയല്ലേ. തിരുമേനി പറഞ്ഞു, നാളെ ആ പള്ളിയിലൊരു കുർബാന ക്രമപ്പെടുത്തിയതാണ്. മൂവാറ്റുപുഴ മുതൽ ആലുവ വരെ പിന്നെ രണ്ടുപേരും സംസാരിച്ചില്ല. ദാനിയേലേട്ടൻ പിന്നീട് പറയുന്നു, അത് എനിക്കൊരു പ്രഹരം പോലെയാണ്, നിശബ്ദത. എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. ഗതസമയിലെ പിതാവാൻ ദൈവത്തിൻ്റെ നിശബ്ദത. ഇതല്ലാതെ ഒരു മാർഗമില്ലേ അപ്പാ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ തീർച്ചയ്ക്ക് കീഴ്പ്പെട്ട് കുരിശിലെ മരണത്തോളം അനുസരണം കാണിച്ചു എന്ന് പറയുന്നത് നസ്രയത്തിലെ വീട് മുതൽ കുരിശ് വരെ ഉള്ള ദൈവത്തിൻ്റെ അനുസരണമാണ്. നമ്മുടെ കുട്ടികളെ അനുസരണം പഠിപ്പിച്ചിരിക്കണം, ഭക്തി പഠിപ്പിച്ചിരിക്കണം, വിശ്വാസം പഠിപ്പിച്ചിരിക്കണം, പള്ളിയിൽ പോയാൽ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചിരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചിരിക്കണം, താഴ്മ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം, വിശ്വാസം എന്തെന്ന് പ്രാവർത്തികമാവണം. വേദവസം നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണണം, പിന്നെ ഒന്നും പറയണ്ട. എൻ്റെ അമ്മ 94 വയസ്സിലാണ് മരിക്കുന്നത്. 92 വയസ്സ് വരെയും തന്നിച്ചിരുന്ന് വേദവസം വായിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പാതിരാത്രി ഞാൻ മിക്കവാറും വീട്ടിൽ ചെല്ലും. അമ്മയോടൊന്നിച്ച് രാവിലെ ഒരു പ്രാർത്ഥന കൂടാൻ വേണ്ടി തന്നെയാണ്. ഇനി അമ്മ ഇല്ലാത്തൊരു കാലമുണ്ടാകുമെന്ന് ഞാൻ നേരത്തെ നിശ്ചയിച്ചു, അതുണ്ടാവും. അതിനു മുമ്പ് പാതിരാത്രി ഞാൻ ചെല്ലുമ്പോഴും എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറയും പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറയും, ഞാനൊരു 100 പ്രാർത്ഥന കഴിഞ്ഞാണ് വരുന്നത്. അമ്മയാണെ ഇപ്പോഴും വരെ പ്രാർത്ഥിച്ചു. ഇനി എന്താ, അമ്മയ്ക്ക് വട്ടുണ്ടോയെന്ന് വരെ ഞാൻ ചോദിച്ചിട്ടു. അപ്പോൾ അമ്മ എന്നെ സൗമ്യതയോടുകൂടെ പറയും, എൻ്റെ കുഞ്ഞെ, നമ്മൾ ഒന്നിച്ചിന്നൊന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ, നമ്മൾ ഒന്നിച്ചിന്നൊന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ. ഇതാണ് ബന്ധം, ഇതാണ് പ്രാർത്ഥന, ഇതാണ് പവർ, ഇതാണ് കർത്താവിനുള്ള ഭയം, ഇതാണ് കർത്താവിനുള്ള അനുസരണം. ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകാതെ ദൈവം നമ്മെ സഹായിക്കും. ഇന്ത്യക്കാരൻ്റെ നീതിസാരം പറയുന്നു, എങ്ങനെ കുട്ടികളെ വളർത്തണം. 5 വയസ്സ് വരെ രാജകുമാരന്മാരെ പോലെ വളർത്തണം, രാജകുമാരിമാരെ പോലെ വളർത്തണം, താഴ്ത്തു വയ്ക്കാതെ വളർത്തണം, സ്നേഹം കൊടുത്ത് വളർത്തണം, ഉമ്മ കൊടുത്ത് വളർത്തണം, ചോദിക്കുന്നതെല്ലാം കൊടുത്ത് വളർത്തണം. 5 മുതൽ 10 വയസ്സ് വരെ അടിമകളെ പോലെ കരുതണം, ബി സ്ട്രിക്റ്റ്. 10 വയസ്സ് വരെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചോണം. എന്നാൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് വടിയെടുക്കാൻ മേല, അടിക്കാൻ മേല എന്നൊക്കെ വളരെ ചിട്ടയുണ്ട്. പിള്ളേർക്ക് പോലീസിൻ്റെ നമ്പർ നന്നായിട്ട് അറിയാം, നമ്മളെക്കാൾ കൂടുതൽ. അമേരിക്കയിലൊക്കെ ഇങ്ങനെ നമ്മൾ പിള്ളേർ പോലീസിനെ വിളിച്ച് അപ്പനെ അമ്മയെ അറസ്റ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാവാം. എന്നാൽ അതിന് വടി വേണമെന്നില്ല. സ്നേഹത്തിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ, പഠിപ്പിക്കാൻ ചെയ്യാം. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പുൽപ്പായെടുത്തിടേണ്ടത് നിൻ്റെ ജോലിയാണ്. എല്ലാവർക്കും വേദവസം കൊണ്ടുപോയി കൊടുക്കേണ്ടത് നിൻ്റെ ജോലിയാണ്. ഒരു സങ്കീർത്തനം വായിക്കേണ്ടത് നിൻ്റെ ചുമതലയാണ്. പള്ളിയിൽ പോകുമ്പോൾ ഞുള്ളരിയോ സ്തോത്രകാഴ്ചയോ കൊണ്ടുപോയിരിക്കണം. ഞുള്ളരിയും കൊണ്ടുവന്നതും പണവും അവിടെ തന്നെ നിക്ഷേപിക്കണം, മറ്റൊന്നും നഷ്ടപ്പെടുത്തിക്കൂടാ. കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാകരുത്. പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച് പോകണം, ചെരുപ്പിട്ട് പള്ളിക്കകത്ത് കയറരുത്. കൊച്ചു കൊച്ചു കാര്യം മതി, അപ്പോൾ അവർക്കതെല്ലാം ഹൃദിസ്ഥമാകും. 10 വയസ്സ് വരെ അടിമകളെ പോലെ കരുതണം. 10 മുതൽ 15 വയസ്സ് വരെ മന്ത്രിമാരെ പോലെ കരുതണം. നമുക്കൊരു കാർ മേടിക്കണം മോനെ, എന്താണ് നിൻ്റെ വിചാരം, നിൻ്റെ ആഗ്രഹം? ഏത് കാറ് നമ്മൾ മേടിക്കണം? ഏത് കളറാണ് വേണ്ടിയത്? നമ്മളൊരു കാർപ്പറ്റ് മേടിക്കാൻ പോകുന്നു, എന്തെങ്കിലും കളർ സെലക്ഷൻ ഉണ്ടോ? നമ്മളൊരു വിൻഡോ കർട്ടൻ മാറാൻ പോകുന്നു, നിനക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ചെറിയ കാര്യങ്ങൾ പോലും മക്കളോട് പറയണം. അപ്പോൾ മക്കൾക്കെല്ലാം തോന്നും, ഞാൻ ഈ വീട്ടിലൊരു വലിയ പുള്ളിയാണ്,
എൻ്റെ അപ്പനും അമ്മയും എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഒരു ആത്മാഭിമാനം കുട്ടികൾക്ക് ഉയരും. അവർക്ക് അവരുടെ അപ്പനെ അമ്മയെ കുറിച്ച് സന്തോഷം തോന്നും. പതിനഞ്ച് മുതൽ മുകളിലോട്ട് ട്രീറ്റ് ദം ആസ് ഈക്വൽ, സമന്മാരെ പോലെ കരുതുക മക്കളെ. അപ്പനും അമ്മയ്ക്കും അങ്ങനെ മക്കളെ സമന്മാരെ പോലെ കരുതുക. സ്വന്തം അമ്മയെ മറിയമ്മയ്ക്ക് സുഖമാണോന്ന് മക്കൾ ചോദിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, എടാ ഇവനെന്താ മറിയമ്മച്ചടുത്തേക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അടുത്തില്ല. ഒരു കൂട്ടുകാരെ പോലെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് 90 വയസ്സായാലും അവർ നിങ്ങളുടെ കൂടെ കയറി കിടക്കാൻ തോന്നും. മറ്റു രാജ്യങ്ങളൊക്കെ 2 ദിവസം പ്രായമാകുമ്പോൾ തന്നെ ഒരു നിപ്പിൾ വായിൽ കൊടുത്ത് വേറൊരു കട്ടിലെ കിടത്തുന്ന പതിവുള്ളത്. നമുക്കങ്ങനെയല്ല. എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സായാലും അമ്മയുടെ കൂടെ ഒന്ന് കിടക്കട്ടെ. അമ്മ തരുന്ന ഭക്ഷണം, അതിനുവേണ്ടി എത്ര കൊതിയോടുകൂടിയാണ് നമ്മുടെ മക്കൾ ഓടി വരുന്നത്. ദൂരെ പോയാലും അമ്മമാരില്ലാത്തപ്പോഴാണ് അമ്മ ഉണ്ടായിരുന്നതെന്ന് നാം മനസ്സിലാക്കുന്നത്. മരിക്കുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. വിശുദ്ധ കുർബാനയെക്കുറിച്ചാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. കുർബാനയ്ക്ക് അമ്മമാർ പോകുമ്പോൾ ആദ്യ കുർബാന കൊള്ളുന്നതിന് മുമ്പുള്ള എല്ലാ കുട്ടികളെയും നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. റീലിങ്സ് നിങ്ങളുടെ കൂടെ മുട്ടുകുത്തിക്കണം. ബഹുമാന്യരായ അച്ഛന്മാർ കുർബാന കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അവരെ യാത്രയാക്കും. ചില അച്ഛന്മാർ ചില വികൃതി കാണിക്കുന്നുണ്ട്. പോക്കറ്റിൽ നിന്ന് മുട്ടായി എടുത്ത് പിള്ളേരെ കൊടുക്കാറുണ്ട്. ഒരിക്കലും ചെയ്തുകൂടാ. കുർബാനയെ അങ്ങനെ അവഹേളിക്കരുത്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറയാൻ കഴിയാമെന്ന്. അപ്പോഴാണ് നമ്മളില്ലാത്തൊരു കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആ നല്ല പതിവ്, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടിയാണ് ഞാൻ കുർബാനയ്ക്കും പള്ളിയിലും പൊയ്ക്കൊണ്ടിരുന്നത്. അവരെന്നെ കൂടി ചേർത്താണ് ദൈവത്തിൻ്റെ തിരുമേശയിൽ കൊണ്ടുപോയി. അവരനുഭവിച്ചാൽ മതി, മക്കൾക്ക് അത് മതി. അമ്മ കുർബാന കൊണ്ടാൽ മതി, അത് മക്കൾക്കും കിട്ടും, അത് ആ കുടുംബത്തിനും കിട്ടും. അഞ്ച് വയസ്സ് വരെ രാജകുമാരന്മാരെ പോലെ, 10 വയസ്സ് വരെ അടിമകളെ പോലെ, 15 വയസ്സ് വരെ മന്ത്രിമാരെ പോലെ, 15 മുകളിൽ സമന്മാരെ പോലെ കുഞ്ഞുങ്ങളെ കരുതി ബഹുമാനിക്കണം. ഞാനൊരു വൈദികനായിട്ട് ഇപ്പോൾ 50 വർഷമായി. 49 വർഷത്തിന് മുമ്പ് ഞാനൊരു വീട്ടിൽ സന്ദർശിക്കാൻ പോയപ്പോൾ ഒരമ്മ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് വരുന്നു. ഇത് ഞങ്ങളുടെ ന്യൂ അഡീഷനാണ് അച്ചോ, മെനിഞ്ഞാന്നാണ് ഉണ്ടായത്, പുതിയ ആളാണ് ഈ കുടുംബത്തിലെ എന്ന് പറഞ്ഞു. ഞാൻ കസേരയിലിരുന്ന് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, കുട്ടികളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കാണണം. ഇത് പിഞ്ചു കുഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചല്ല, ഏത് കുഞ്ഞിനെ കണ്ടാലും എടുത്തുകൊണ്ട് വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കാണണം. ഈ നാടിൻ്റെ പഠിപ്പീരാണ്. ബഹുമാനിക്കണം. ബിക്കോസ് ദേ ആർ ഓൾ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം പുതുതായി ഏദൻ തോട്ടം മുതൽ ഇന്നുവരെയും തൻ്റെ സൃഷ്ടി തുടരുന്നുവെന്ന് നമ്മെ കാണിച്ചു തന്നാണ് ഇത് ദൈവത്തിൻ്റെ സൃഷ്ടി. ഏവരെയും ബഹുമാനിക്കണം, പ്രത്യേകിച്ച് കുട്ടികളെ കാണുമ്പോൾ. ഇത് നമുക്ക് പറഞ്ഞു തരേണ്ട ഒന്നാണ്. സുവിശേഷ സംഘം ഉണ്ടായപ്പോൾ 2ാം വർഷം അവർ ചെയ്തൊരു തീരുമാനമാണ്, വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ നമസ്തേ പറയണം. ഇപ്പോൾ നമ്മളാരും നമസ്തേ പറയാറില്ല. എല്ലാവരും ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഒക്കെ പറയും. കാലാവസ്ഥയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഈ നാടിൻ്റെ ഒരു വലിയ പഠിപ്പിക്കുണ്ട്, നമസ്തേ. ആൻഡ് വാട്ട്സ് ദ മീനിങ് ഓഫ് നമസ്തേ? പറയാത്ത നിങ്ങൾ എങ്ങനെ അർത്ഥം പറയും? നമസ്തേക്ക് 100 അർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിലൊരർത്ഥം ഇങ്ങനെയാണ്, എൻ്റെ 2 കൈ കൊണ്ട് നിൻ്റെ പാദത്തിൽ തൊട്ട്, പാദത്തിലെ പൂഴി എൻ്റെ നെറ്റിയിൽ വെച്ച് നിന്നെ ഞാൻ നമിക്കുന്നു. ബിക്കോസ് യു ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ഓഫ് ഗോഡ്. ദൈവ സാദൃശ്യത്തിൽ നീ സൃഷ്ടിക്കപ്പെട്ടവനാണ്. മുമ്പിൽ ഒരുവനെ കാണുമ്പോൾ, അതുപോലെ കാണുമ്പോൾ വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാകും. ഈ രാജ്യത്തിൻ്റെ മതം അതാണ്, സംസ്കാരം അതാണ്. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും. ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകരുത്. വീട്ടിൽ സ്നേഹമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഐ ഹേറ്റ് മൈ മം.
ഇപ്പോഴും കഠോരമാണ് കേൾക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ മക്കൾ പറയുന്നു? സ്നേഹം കൊടുത്ത് വീർപ്പ് മുട്ടിക്കണം മക്കളെ. ഈ 5 വയസ്സ് വരെ സ്നേഹമുള്ള ഭവനങ്ങളായി നമ്മൾ തീരണം, പ്രാർത്ഥനയുള്ള കുടുംബങ്ങളായിട്ട് തീരണം, വചനം പഠിക്കുന്ന മക്കളായിട്ട് തീരണം, ആരാധിക്കുന്ന മക്കളായി തീരണം, ഈ ദേശസ്നേഹമുള്ള മക്കളായിട്ട് വരണം. ബലോ ഭാരത് മാതാ കി എന്ന് കുട്ടികളെ കൊണ്ട് പറയാൻ പഠിപ്പിക്കണം. ഈ ദേശം, ഈ മണ്ണ് അത്ര പവിത്രമാണ്, ഈ ദേശം അതുപോലെ സമ്പന്നമാണ്, ഈ രാജ്യത്തിൻ്റെ സംസ്കാരം അത്ര ശ്രേഷ്ഠമാണ്. അതിനോട് ക്രിസ്തു മതം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ യേശു എന്ന രക്ഷകനെക്കുറിച്ചും പഠിപ്പിക്കാനും പറയാനും ഊറ്റം കൊള്ളുവാനും മക്കളെ കഴിയും. വേദപുസ്തകമായി പള്ളിയിൽ പോകാൻ അവരെ പഠിപ്പിക്കണം. അത് മതി, ഒരു പ്രസംഗം പറയണ്ട. അങ്ങനെ നമുക്ക് സുവിശേഷത്തിന് സാക്ഷികളായിരിക്കാനും സാധിക്കും. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തു കൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം.